മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിൽ 1000 സ്ക്വയർ ഫീറ്റുള്ള വീടുകളാണ് ഒരുക്കുന്നത്. 7 സെന്റ് വീതം സ്ഥലത്താണ് ഓരോ വീടും നിർമ്മിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായ മാതൃകാ വീടിന്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആസിഫ് മുഹമ്മദ് പറഞ്ഞു തരും. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മാതൃകാ ഭവനത്തിൻ്റെ നിർമ്മാണമാണ് പൂർത്തിയായിട്ടുള്ളത്. നമ്മളിപ്പോൾ ആ ഒരു വീടിന് മുമ്പിലാണ് ഉള്ളത്. അതിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതേ മാതൃകയിലായിരിക്കും ബാക്കിയുള്ള വീടുകളും നിർമ്മിക്കുക. ഇപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ സൗകര്യങ്ങൾ പരിശോധിക്കാം. അങ്ങനെ കയറുമ്പോൾ തന്നെ ഒരു സിറ്റ് ഔട്ട് നമുക്ക് കാണാൻ കഴിയും. സമീപത്ത് ചെടിയൊക്കെ പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളു തുറന്ന് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും വിശാലമായ ഒരു ഹാളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അത്യാവശ്യം ഒരു നല്ല സൗകര്യമുള്ള ഒരു ഹാൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നല്ലൊരു വിശാലമായ സൗകര്യം തന്നെ അവിടെയുണ്ട്. ഇതിന് സമീപത്ത് ഒരു ചെറിയൊരു ഏരിയ നമുക്ക് കാണാൻ കഴിയും. അത് പഠന ആവശ്യങ്ങൾക്കും മറ്റും വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കുമൊക്കെ ഉപയോഗിക്കാൻ ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മറ്റ് സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മുറിയാണ് ഉള്ളത്. അത്യാവശ്യം വിശാലമായ ഒരു മുറി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മൊത്തം 2 മുറികളാണ് കേട്ടോ ഈ വീടിൽ ഉള്ളത്. ഹാളിൽ നിന്ന് ഇങ്ങോട്ട് ഒരു എൻട്രി അടുക്കളയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അടുക്കളയിൽ നിന്ന് ഒരു വർക്ക് ഏരിയ, അതും അത്യാവശ്യം നല്ല വിശാലമായ ഒരു വർക്ക് ഏരിയ സംവിധാനം. ഇവിടെ പാത്രങ്ങളും മറ്റും കഴുകാനുള്ള സംവിധാനം. അവിടെ നിന്ന് വെളിയിലേക്കൊരു എൻട്രി, അവിടെ കുറച്ച് വിശാലമായ ഒരു പുറകുവശമൊക്കെ സജ്ജീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മുറിയിലും മറ്റേ മുറി പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സൗകര്യമുണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ 2 ബാത്റൂമുകളാണുള്ളത്. ഒരെണ്ണം ഒരു മുറിയോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ്. മറ്റേ ബാത്റൂം ഈ ഹാളിൽ തന്നെ പൊതുവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബാത്റൂമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അതിന് മുറ്റം അടക്കമുള്ള സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വിശാലമായ സൗകര്യം മുറ്റത്ത് അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 2ാം നിലയിലേക്ക് പണിയണമെങ്കിൽ അതിനാവശ്യമായുള്ള സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ അടക്കം ഒരുക്കിയാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാകുക. ഇപ്പോൾ എന്തായാലും ഒരു മാതൃകാ ഭവനം അത് പൂർത്തിയായിട്ടുണ്ട്. മറ്റ് വീടുകളുടെ നിർമ്മാണം സമീപത്ത് ദ്രുതഗതിയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഡിസംബറോടുകൂടി ഇത് പൂർത്തിയാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് മന്ത്രിമാർ എന്തായാലും ഇന്ന് നമ്മളോട് സംസാരിച്ചപ്പോൾ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ ജിതിനൊപ്പം ആസിഫ് മുഹമ്മദ്, ന്യൂസ് മലയാളം.